എല്ലാവർക്കും നമസ്കാരം. ഞാൻ മനേഷ് കുമാർ തൃപ്പൂണിത്തുറ MTVസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്തുകൊണ്ടിരിക്കുകയും ചെയ്യുന്ന എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ നന്ദി അറിയിക്കുന്നു. തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു. കൂടാതെ ആദ്യമായി വീഡിയോ കാണുന്നവരെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മെയിൻലി ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് സ്കിപ്പ് ചെയ്യാതെ മുഴുവൻ കാണാൻ ശ്രമിക്കണമേ എന്നുള്ള റിക്വസ്റ്റോടു കൂടി മുമ്പോട്ട് പോകുന്നു. ഞാൻ യൂസ് ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ടാണ്. 2023 ജനുവരി മുതൽ ഇപ്പോഴും ഉപയോഗിക്കുന്നു. ഈ ഒരു കസ്റ്റമൈസ്ഡ് ചാർട്ട് മെയിൻലി ഒരു എൻട്രി, എക്സിറ്റ്, കൺസോൾട്ടേഷൻ ഏരിയ, സ്റ്റോപ്പ് ലോസ് ആൻഡ് സ്റ്റോപ്പ് ലോസ് ട്രെയിലിംഗ് ഏരിയസ് മനസ്സിലാക്കാൻ വേണ്ടിയാണ് മെയിനായിട്ട് ഉപയോഗിക്കുന്നത്. ഈ ഒരു ചാർട്ട് യൂസ് ചെയ്ത് ഫ്യൂച്ചർ ആൻഡ് ഓപ്ഷൻസ്, MCX, കൊമോഡിറ്റി, ഫോറക്സ്, ക്രിപ്റ്റോ, സ്വിംഗ് ട്രേഡേഴ്സ് അങ്ങനെ ഏത് മേഖലയിൽ ട്രേഡ് ചെയ്യുന്നവർക്കും ഈസി അനലൈസിങ്ങിന് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള ചാർട്ടാണ്. അപ്പോൾ ഈ ഒരു ചാർട്ടിനെ കുറിച്ച് അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് എന്നെ നേരിട്ട് വിളിക്കാം. നമ്പർ ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഡിസ്ക്രിപ്ഷൻ ബോക്സിലും അവൈലബിൾ ആണ്. അതുകൂടാതെ ഐ ബട്ടണിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഈ ഒരു ചാർട്ടിൻ്റെ ഇൻട്രൊഡക്ഷൻ വീഡിയോ, ലൈവ് ട്രേഡിംഗ് വീഡിയോസിൻ്റെ പ്ലേലിസ്റ്റിൽ അങ്ങനെ 5ഓളം പ്രീവിയസ് പ്രൂഫ് വീഡിയോസ് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ പബ്ലിക് ടെലഗ്രാം ചാനൽ ലിങ്ക് കൂടി കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസ്ക്രിപ്ഷനിൽ മാക്സിമം വീഡിയോസ് യൂട്യൂബിൽ നിന്നും കണ്ടതിന് ശേഷം കോൺഫിഡൻ്റ് ആണെങ്കിൽ എപ്പോൾ വേണമെങ്കിലും എന്നെ വിളിക്കാവുന്നതാണ്. ഞാൻ ട്രേഡിംഗ് അല്ല പഠിപ്പിക്കുന്നത്, ഈ ഒരു കസ്റ്റമൈസ്ഡ് സ്ട്രാറ്റജി ചാർട്ട് റീഡിംഗ് ആണ് ഞാൻ മറ്റുള്ളവരെ പഠിപ്പിക്കുന്നത്. കൂടുതലും ഞാൻ ഫോക്കസ് ചെയ്യുന്ന നിഫ്റ്റി ഓപ്ഷനാണ്. അപ്പോൾ അതിൻ്റെ ലൈവ് വ്യൂ ഷെയർ ചെയ്യുന്നുണ്ട്. രാവിലെ 9 തൊട്ട് 11 വരെയും വൈകിട്ട് 2:45 തൊട്ട് 3:30 വരെയാണ്. അപ്പോൾ ലൈവ് വ്യൂ ഷെയർ റൂമിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ താല്പര്യമുള്ളവർക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. പക്ഷേ അവിടെ കോളോ ടിപ്പോ ഒന്നും അല്ല പ്രൊവൈഡ് ചെയ്യുന്നത്, ഡീറ്റെയിൽ വ്യൂ അനലൈസിങ് ആണ്. അപ്പോൾ ഓവർ ട്രേഡ്, റിവെഞ്ച് ട്രേഡ്, ടെൻഷൻ ആയിട്ട് ട്രേഡ് എടുക്കുന്നവർ, മോർണിംഗ് പ്രോഫിറ്റ്, ഈവനിങ് ലോസ്, അപ്പോൾ ഒരു മെൻറ്റർഷിപ്പ് കിട്ടിയിരുന്നെങ്കിൽ എന്ന ആഗ്രഹം ഉള്ളവർക്ക് വേണ്ടിയിട്ടാണ് ആ ലൈവ് റൂം മുമ്പോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ കഷ്ടപ്പെട്ട് പഠിച്ച് ഇഷ്ടം പോലെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക് കൂടെ കൂടാം. ഏവർക്കും സ്വാഗതം. നമുക്ക് മുമ്പോട്ട് പോകാം. അതേപോലെ ആദ്യം പറഞ്ഞ ബേസിക് ഇൻഫർമേഷൻ വീഡിയോ ഞാനിവിടെ ഐ ബട്ടണിൽ കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്കത് കാണാം, മനസ്സിലാക്കാം, ഒരുമിച്ച് മുമ്പോട്ട് പോകാം. നമുക്ക് വ്യൂവിലേക്ക് പോകാം. ഓക്കെ, നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നിഫ്റ്റി 110 പോയിൻ്റാണ് ഗ്യാപ്പ് അപ്പ്. ബാങ്ക് നിഫ്റ്റി 198 പോയിൻ്റ്. കഴിഞ്ഞ ഒരാഴ്ചയായിട്ട് മാർക്കറ്റ് ഒരേ സ്ഥലത്ത് തന്നെയാണ് ഇങ്ങനെ സ്ട്രഗിൾ ചെയ്ത് കളിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്ന ലെവല് 25,445 പ്ലസ് നമ്മൾ 110 പോയിൻ്റാണ് മാർക്കറ്റ് അപ്പായിരിക്കുന്നത്. 110 പോയിൻ്റ് അപ്പ് എന്ന് പറയുമ്പോൾ 25,555 ലെവലിലാണ് മാർക്കറ്റ് ഇപ്പോൾ എത്തി നിൽക്കുന്നത്. 25,555 അതെവിടെയാണെന്ന് നമുക്ക് നോക്കാം. 25,555 ഏതാണ്ട് ഈ ഗ്യാപ്പ് ആയിരിക്കണം. 585, 564 നമുക്ക് ഈ ഒരു ഗ്യാപ്പിൽ ഇട്ടാൽ മതി. RSI 15 മിനിറ്റ്സിൽ അപ്പർ സൈഡിലേക്കാണ് മാർക്കറ്റ് നിൽക്കുന്നത്. മെസ്സേജ് അപ്പോൾ ഏകദേശം ഈ ലെവലിലാണ് 15 മിനിറ്റ്സിൽ മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ ആ ആദ്യത്തെ 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ 15 മിനിറ്റ്സ് ഇതിനോട് പകുതിയോടനുബന്ധിച്ചിട്ടൊക്കെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിൽക്കുന്നതെന്നുണ്ടെങ്കിൽ അതിപ്പോൾ എങ്ങനെയാണെന്ന് വെച്ചാൽ ഏകദേശം ഇതേപോലെ. അപ്പോൾ ഇതേപോലെ 15 മിനിറ്റ്സ് നിന്നെന്ന് വിചാരിച്ചോ. അപ്പോൾ അതിൻ്റെ 15 മിനിറ്റ്സിൻ്റെ ലോ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 25,514 ഒരു സപ്പോർട്ട് എടുക്കാൻ വരും. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താലാണ് പിന്നെ ഗ്യാപ്പ് ഫില്ലിങ്ങോട് കൂടി മാർക്കറ്റ് 25,413 ഇട്ട് വരുള്ളൂ. നേരെ മറിച്ച് നിൽക്കുന്ന ഈ വരുന്ന 15 മിനിറ്റ്സിൻ്റെ ചിലപ്പോൾ വലിയ ക്യാൻഡിലൊക്കെ ആയിട്ട് പോകാം, അല്ലെങ്കിൽ വലിയ ക്യാൻഡിലായിട്ട് ഡൗണിലേക്ക് വന്നു കഴിഞ്ഞാൽ 25,514 ഭാഗത്തേക്കൊക്കെ മുട്ടാം. അത് സ്വാഭാവികമായിട്ടും. അപ്പോൾ നമുക്ക് ബോക്സിൻ്റെ ലെവൽ ഒന്നും കൂടെ ക്യാൻഡിൽ ഫോം ചെയ്യുന്ന രീതിയിലുള്ളൊരു ബോക്സ് നമുക്ക് വരച്ച് നോക്കാം. മേളിലോട്ട് ഇങ്ങനെ, ഇവിടെ മേളിലോട്ട് ഇങ്ങനെ. അപ്പോൾ ഇതാണ് ഇന്നത്തെ 15 മിനിറ്റ്സിൻ്റെ ഒരു ക്യാൻഡിൽ എന്ന് വിചാരിച്ച് വെച്ചാൽ മതി. നമ്മളങ്ങനെ ഒരു പ്ലാൻ തയ്യാറാക്കുന്നു എന്ന് മാത്രമേ ഉള്ളൂ.
അതിനപ്പുറത്തേക്കൊരു മൂവ്മെൻറ്റ് വന്നാൽ അതനുസരിച്ചിട്ട് നമുക്ക് ചെയ്യാം. അപ്പം നിലവിൽ ഈ ബോക്സിൻ്റെ, അതായത് ഈ ഇതൊരു ക്യാൻഡിലാണെന്ന് വിചാരിച്ചാൽ മതി. ഈ ക്യാൻഡിലിൻ്റെ മൂവ്മെൻറ്റിൽ അപ്പ് സൈഡിലേക്കാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു ഏരിയ ക്യാച്ച് ചെയ്തെടുക്കാം. നേരെ ഡൗൺ സൈഡിലേക്കാണെങ്കിൽ ഈ ഒരു ഏരിയ നമുക്ക് ക്യാച്ച് ചെയ്തെടുക്കാം. അവിടെ നിന്നും ബ്രേക്ക് ചെയ്താൽ പിന്നെ താഴത്തോട്ട് ഗ്യാപ്പ് ഫില്ലിങ് നിൽക്കുന്ന ഇപ്പോഴത്തെ പ്രൈസ് ലെവൽ 25,445 ആ പ്രൈസ് ലെവലിലേക്ക് നമുക്കൊരു വരയിട്ട് വെക്കാം. അവിടെ നിന്നും താഴത്തേക്ക് വന്ന കൺസോൾട്ടേഷൻ സോണ്. ഇവിടെ നിന്ന് മുകളിലേക്കാണ് പോകണമെങ്കിൽ വീണ്ടും അപ്പർ സൈഡിലേക്ക് 25,659 ഏകദേശം ഇവിടെ തന്നെ 25,700 വരെ മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. മുകളിലേക്കാണ് മാർക്കറ്റ് പോകുന്നതെന്നുണ്ടെങ്കിൽ. ഇതാണ് ഇന്നത്തെ ഒരു ടോട്ടൽ ഇൻഡെക്സ് ബേസ് വ്യൂ എന്ന് വെച്ചാൽ ഇതാണ്. അപ്പോൾ നമുക്ക് നേരെ സ്ട്രൈക്ക് നമുക്ക് നേരെ സെലക്ട് ചെയ്യാം. ഇപ്പോൾ 110 പോയിൻ്റാണ്. അപ്പോൾ 200 സംതിങ്ങിൻ്റെ സ്ട്രൈക്ക് ചിലപ്പോൾ പറ്റാണ്ട് വരും. 160, 25, 500, 222 എന്ന് പറയുമ്പോൾ ഒരു 280 റേഞ്ചിലേക്ക് പോകാൻ ചാൻസ് ഉണ്ട്. തൽക്കാലം 25,500ൻ്റെ സി തൽക്കാലം കോൺസെൻട്രേഷൻ ചെയ്ത് വെക്കുക. 25,500ൻ്റെ സി എടുക്കാം. പി 25,700ൻ്റെ പി നോക്കാം. അതായിരിക്കും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷൻ. അപ്പോൾ നിലവിൽ 187 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. സീനെ സംബന്ധിച്ച് 185, 87 ഒരു കൺസോൾട്ടേഷൻ സോണാണ്. മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ആകുമ്പോൾ തന്നെ അതിന് മുകളിലോട്ടൊക്കെ ആയിരിക്കും ഓപ്പൺ ആവുന്നത്. അപ്പോൾ നമ്മുടെ ലെവലുകൾ ഒന്ന് 205 ടാർഗറ്റാണ്. 205, 211 ഒരു ടാർഗറ്റാണ്. സീനെ സംബന്ധിച്ച് 223 ഒരു ടാർഗറ്റാണ്. പിന്നെയും മാർക്കറ്റ് മേളിലോട്ട് പോയി കഴിഞ്ഞാൽ 239 ഒരു ടാർഗറ്റ് ഉണ്ട്. അതുക്കും മേലോട്ട് പോയി കഴിഞ്ഞാൽ 247 ഒരു ടാർഗറ്റ്. ഇതൊക്കെയാണ് സിയുടെ ടാർഗറ്റുകൾ. അപ്പോൾ പീനെ സംബന്ധിച്ച് നമുക്ക് പിയുടെ സപ്പോർട്ട് സോണാണ് നോട്ട് ചെയ്ത് വെക്കേണ്ടത്. മാർക്കറ്റ് റിവേഴ്സ് ആവുന്ന ഏരിയാസ് ഒന്ന് 245 ഭാഗത്തൊരു സപ്പോർട്ടുണ്ട്. പിന്നത്തെ സപ്പോർട്ട് ലെവലെന്ന് വെച്ച് കഴിഞ്ഞാൽ 230 പിന്നെ സപ്പോർട്ട് ലെവൽ വരുന്നത് 209 പിന്നത്തെ സപ്പോർട്ട് വരുന്നത് ഏകദേശം 183 അപ്പോൾ നമ്മൾ ഇവിടെ നിന്ന് എവിടെ നിന്നെങ്കിലും റിവേഴ്സ് ആവുമോ എന്നുള്ള കാര്യങ്ങളാണ് നമ്മൾ മെയിനായിട്ട് നോക്കുന്നത്. സിയിൽ ഇപ്പോൾ നിലവിൽ RSI അപ്പർ സൈഡാണ് മാർക്കറ്റ് നിലവിൽ നിൽക്കുന്നത്. 160 താഴത്തോട്ട് വന്നാൽ മാത്രമാണ് ഒരു ഡൗൺ സൈഡിലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് പ്രതീക്ഷിക്കേണ്ടതായിട്ടുള്ളൂ. ഈ മാർക്കറ്റ് ഇപ്പോൾ ഓപ്പൺ ബേസ് ചെയ്തനുസരിച്ചിട്ട് സപ്പോർട്ട് ലെവലൊക്കെ ഈ ലെവലുകളാണ്. അത് നമുക്കൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കാം. അത് റെഡ് കളറായിട്ട് നമുക്ക് ഇട്ട് വെച്ചേക്കാം. ഓക്കെ, അപ്പോൾ ആ രീതിയിൽ 9:14 അപ്പോൾ ആ രീതിയിലാണ് കാര്യങ്ങളുടെ കിടപ്പ്. അപ്പോൾ 25,500 സി 25,500 സി 25,700 പി. ഓക്കെ, മാർക്കറ്റ് ഓപ്പൺ ചെയ്തേക്കുന്നത് തന്നെ 187 അപ്പോൾ 185 എബോവ് മുകളിൽ പോയി കഴിഞ്ഞാൽ 190 സി 185 മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 190, 193 നമ്മുടെ ലെവലുകൾ. അതേപോലെ തന്നെ പിയിൽ 232 ബ്രേക്ക് ചെയ്താൽ 237 മൂവേ കിട്ടുള്ളൂ. ആ 237 ബ്രേക്ക് വേണ്ട, 240 ബ്രേക്ക് ചെയ്താൽ 245, 260 ഗ്യാപ്പ് ഫില്ലിങ്ങിന് വേണ്ടി മാർക്കറ്റ് പോകും. കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. പിന്നെ
ആദ്യത്തെ സപ്പോർട്ട് എന്ന് പറയുന്നത് സീനെ സംബന്ധിച്ച് 161 161 താഴത്തോട്ട് പോയാൽ മാത്രമേ എന്താ സി ഡൗൺ ആവത്തുള്ളൂ. അതനുസരിച്ചിട്ട് വേണം നമുക്ക് പിയിലേക്കും കോൺസെൻട്രേഷൻ ചെയ്യാനായിട്ട്. കാരണം സിയിൽ 25,545 5 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആണ് 25,545 എന്നുള്ളത്. അപ്പോൾ പിയിലേക്ക് മാർക്കറ്റ് മൂവ് ചെയ്യാനായിട്ടുള്ള ചാൻസസ് വളരെ കൂടുതലാണ്. കാരണം വളരെ സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ട് ലെവലിലാണ്, റെസിസ്റ്റൻ്റ് ലെവലിലാണ് ഫ്യൂച്ചർ ചാർട്ട് നിൽക്കുന്നത്. $240 ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയി കഴിഞ്ഞാൽ 240 241 ബ്രേക്ക് ചെയ്താൽ 245 വ്യൂ ആയിരിക്കും ആദ്യം കിട്ടുന്നത്. ആദ്യത്തെ 15 മിനിറ്റ്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം ഇപ്പോഴും സി സൈഡിലേക്കാണ് മാർക്കറ്റ് RSI നിൽക്കുന്നത്. സി സൈഡിലേക്കാണ് RSI നിൽക്കുന്നത്. 185 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ്, 180 ബ്രേക്ക് ചെയ്താൽ 85ലേക്ക് ഒരു 5 പോയിന്റ് കിട്ടും. 240 ബ്രേക്ക് ചെയ്താൽ 245ലേക്ക് 5 പോയിന്റ് പിയിൽ കിട്ടും. ഇത് രണ്ടുമാണ് നമ്മത്തെ താൽക്കാലികമായിട്ടുള്ള 5 പോയിന്റ് വ്യൂ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ടേ മാർക്കറ്റ് ഒരു ഡയറക്ഷനിലേക്ക് മൂവ് ചെയ്യത്തുള്ളൂ. കാരണം 185 187 കൺസോൾട്ടേഷൻ സോണാണ്. അപ്പോൾ സി 82 85 സി 180 to 185 5 പോയിന്റ്സ് സ്കാൽപ്പിംഗ് ചെയ്യാം. PE 240 to 245 241 to 245. ടു 240 245 ഏത് വേണമെങ്കിലും നമുക്ക് എടുക്കാം. ടു 245 അതങ്ങ് മൂവ് ചെയ്ത് പോയാൽ 250 255 ഗ്യാപ്പ് ഫില്ലിങ്. കാരണം ഫ്യൂച്ചർ ചാർട്ടിൽ 25,545 വളരെ സ്ട്രോങ് ആയിട്ടുള്ള റെസിസ്റ്റൻ്റ് ആയതുകൊണ്ടാണ് നമ്മൾ ഗ്യാപ്പ് ഫില്ലിങ്ങിനെ പറ്റി കോൺസെൻട്രേഷൻ ചെയ്തതും. 240 245 എബോവ് നമ്മൾ ഗ്യാപ്പ് ഫില്ലിംഗ് ഉണ്ട്, 269 മുകളിലുണ്ട്. അപ്പോൾ നമ്മൾ 5 പോയിൻ്റാണ് താൽക്കാലികമായിട്ട് ഉദ്ദേശിച്ചത്. അത് ഒറ്റയടിക്ക് തന്നെ ബ്രേക്ക് ചെയ്ത് മുകളിലോട്ട് പോയിട്ടുണ്ട്. അത് സ്റ്റിൽ അതനുസരിച്ചിട്ട് ഹോൾഡ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇനി ഒരു ഗ്യാപ്പ് ഫില്ലിങ് 262 ഗ്യാപ്പ് ഫില്ല് ചെയ്തിട്ടുണ്ട്. ഇനിയുള്ളത് 270 നിലവിലത് ആ മൂവ് ചെയ്തങ്ങ് പോയി കഴിഞ്ഞാൽ 270 വരെ മാർക്കറ്റ് പോകും. അപ്പോൾ ലെഫ്റ്റ് സൈഡ് സിയിൽ SMA ടച്ച് ചെയ്തിട്ടുണ്ട്. 271 ഹിറ്റ് ചെയ്തിട്ടുണ്ട്. അത് സ്ട്രോങ് ആയിട്ട് പോയ 292 വരെ പോകണം. 280 ആയിട്ടുണ്ട്. ഇപ്പോൾ 240 മുതൽ ആ ബ്രേക്കൗട്ടിൽ 240 245 എബോവ് ഉള്ള മൂവ്മെൻ്റാണ് നിലവിൽ 272 വരെ പോയി നിൽക്കുന്നത്. അത് മാക്സിമം പോകാനുള്ളത് ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടാണെങ്കിലും 292 വരെ പോകുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കണം. മാക്സിമം ട്രെയിൽ ചെയ്തിട്ട് ലോക്ക് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ.
12 പോയിന്റും കൂടെ പോയി കഴിഞ്ഞാൽ 292ആണ്. 292 ഓൾറെഡി ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 295. ഓൾറെഡി 240, 245 അതാണ് നമ്മൾ വെച്ചത്. കാരണം ഫ്യൂച്ചറിൽ ക്രോസ് ഓവർ താഴത്തോട്ടാണ്. 15 മിനിറ്റ്സിലും അല്ല 5 മിനിറ്റ്സിൽ ക്രോസ് ഓവർ താഴത്തോട്ടായിരുന്നു. സിയിൽ RSI അപ്പർ സൈഡ് ആണെങ്കിലും 285, 80, ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമ്മൾ കോൺസെൻട്രേഷൻ ചെയ്യുന്നു എന്ന് പറഞ്ഞത്. പിയിൽ 240 മുതൽ 245, 245ൻ്റെ എബോവ് 292 വരെ മാർക്കറ്റ് ഈസി ആയിട്ട് വന്നിട്ടുണ്ട്. ഇപ്പോൾ 150യിലാണ് കറക്റ്റായിട്ട് സി സപ്പോർട്ട് എടുത്തിരിക്കുന്നത്. ആ 150 വൺസ് അഗെയിൻ ഒന്നും കൂടെ ബ്രേക്ക് ചെയ്താൽ 137ലേക്ക് പോരും. അപ്പോൾ നമ്മളിവിടെ 2 റെഡ് ലൈൻ വരച്ചിട്ടുണ്ട്. ആ റെഡ് ലൈനാണ് നമ്മളിവിടെ പ്രോഫിറ്റബിൾ ആക്കി മാറ്റിയത്. അപ്പോൾ 240 ആണെങ്കിലും ഇപ്പോൾ 45 ആണെങ്കിലും 45 തൊട്ട് ഇതെവിടം വരെ പോയിട്ടുണ്ട്, 97 വരെ പോയിട്ടുണ്ട്. 50 പോയിൻ്റാണ് സിംഗിൾ ക്യാൻഡിലിൽ രാവിലെ തന്നെ മൂവ്മെൻറ്റ് കിട്ടിയിരിക്കുന്നത്. ഇപ്പോൾ PE 292. പക്ഷെ ഞാനത് നമ്മുടെ ഗ്രൂപ്പിൽ ടൈപ്പ് ചെയ്താണ്. പക്ഷെ ടൈപ്പ് ചെയ്യാനുള്ള സമയമൊന്നും കിട്ടിയില്ല. അതിന് മുമ്പ് തന്നെ മാർക്കറ്റ് കയറിപ്പോയി. ഞാൻ 240 to 245 എബോവ് ആണ് ഇട്ടേച്ചത്. അത് ഓൾറെഡി കയറിപ്പോയില്ലെങ്കിൽ ആ സമയത്തൊക്കെ ക്ലിക്ക് ചെയ്തിട്ട് ആൾക്കാർ എടുക്കുകയോ ഇല്ലയോ എന്നുള്ള കാര്യങ്ങളൊന്നും നമുക്കറിയില്ല. അപ്പോൾ എഗെയിൻ 292 PE 292 ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 292 ടാർഗറ്റ് ഹിറ്റ്. രാവിലെ നന്നായിട്ട് കിട്ടിക്കഴിഞ്ഞാൽ ഓക്കെയാണ്. അതങ്ങ് ബുക്ക് ചെയ്ത് കഴിഞ്ഞാൽ SMA രാവിലെ തന്നെ മാർക്കറ്റ് ടിക്ക് ചെയ്തിട്ടുണ്ട്. എന്നാലും 5 മിനിറ്റിൻ്റെ ഫ്യൂച്ചർ ചാർട്ടിൽ 245 25,462 എന്നുള്ള കൺസോൾട്ടേഷൻ സോൺ ടിക്ക് ചെയ്തിട്ടില്ല. ഇന്നലത്തെ പോലെ തന്നെയാണ് ഇന്നും മാർക്കറ്റ് ബിഹേവ് ചെയ്തത്. അപ്പോൾ നമ്മൾ ഇനിയും നമുക്ക് നോക്കാം, എന്തെങ്കിലും ഒരു മൂവ്മെൻറ്റ് കിട്ടുമോ എന്നുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. കാരണം എഗെയിൻ പിയിൽ മൂവ്മെൻറ്റ് തന്നെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട്. എഗെയിൻ PE 285 ബ്രേക്ക് ചെയ്ത 285 എബോവ് ബൈ കുഴപ്പമില്ല. $292, $325. അപ്പോൾ അതേപോലെ നമുക്കിനി എഗെയിൻ മാർക്കറ്റ് 185 നമുക്ക് ബ്രേക്ക് ചെയ്താൽ എഗെയിൻ 292, 325 ആണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അതേപോലെ സിയിൽ 170 ബ്രേക്ക് ചെയ്താലാണ് ഇനി മാർക്കറ്റ് ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. 175 ബ്രേക്ക് ചെയ്യണം. അപ്പോൾ എഗെയിൻ 175 സി ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ടാർഗറ്റ് 185, 193 അതൊക്കെ നമുക്ക് വലിയ കുഴപ്പമില്ലാത്ത ഏരിയാസാണ്.
ഒരു ബ്രേക്കും കൂടെ 280 നിന്ന് കിട്ടിക്കഴിഞ്ഞാൽ 292 പോകാനായിട്ടുള്ള ചാൻസസ് ഉണ്ട്. അടുത്ത 2 ക്യാൻഡിലിനുള്ളിൽ അറിയാൻ പറ്റും. കാരണം സിയിൽ 137ലേക്ക് ഒരു ഡൗൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഫ്യൂച്ചറിൻ്റെ ചാർട്ടിൽ 5 മിനിറ്റിൽ മൈനസിലാണ് നിൽക്കുന്നത്. ക്രോസ് ഓവർ താഴത്തേട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ടോട്ടലി നമുക്ക് കുറച്ച് നേരം പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്യുന്നതാണ് ബുദ്ധി. അപ്പോൾ എഗെയിൻ 292ലേക്ക് ഒരു മൂവ്മെൻറ്റ് നമ്മൾ പ്രതീക്ഷിച്ചതാണ്. നമ്മൾ പിയിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്തത്. സിയിൽ 137ലേക്കുള്ള ഡൗൺ നമ്മൾ എക്സ്പെക്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 280 ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ 290, 292 അവിടെ നിന്ന് ഇനിയൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ മാക്സിമം പോകാനുള്ള ഒരു ഏരിയ 306 ആണ്. 306ഉം കൂടെ ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ മാർക്കറ്റ് 325 ഭാഗത്തേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. കാരണം 15 മിനിറ്റ്സിൽ RSI ഡൗൺ സൈഡാണ്, 5 മിനിറ്റിൽ RSI ഡൗൺ സൈഡാണ്, 30 മിനിറ്റിൽ RSI ഡൗൺ സൈഡാണ്. അപ്പോൾ ആ വോളിയത്തിന് ഇത്തിരി കപ്പാസിറ്റി കൂടുതലായിരിക്കും. നമ്മളുടെ സെക്കൻഡ് ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട് 305. കാരണം ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. ആ വൈറ്റ് ഡോട്ട് വെച്ചിട്ടാണ് ഞാൻ ഗ്രൂപ്പിൽ അത് അപ്ഡേറ്റ് ചെയ്തിട്ടുണ്ട്. എല്ലാം കൂടെ നല്ല ചടങ്ങാണ്. കാരണം ലൈവ് നോക്കണം, ലൈവിൻ്റെ ഇടയിൽ ടൈപ്പ് ചെയ്യണം. അപ്പം ഞാൻ പി ബൈ അബവ് 280, ടാർഗറ്റ് 292, 306 ആണ് പറഞ്ഞിരിക്കണേ. 306 ബ്രേക്ക് ചെയ്താലാണ് മാർക്കറ്റ് 325ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നമുക്ക് കിട്ടത്തുള്ളൂ. കാരണം ആ വൈറ്റ് ഡോട്ട് എപ്പോഴും വളരെ സ്ട്രോങ് ആണ്. അപ്പോൾ അത് ആ ഇൻ ബിറ്റ്വീൻ ടാർഗറ്റൊന്നും കണ്ടുപിടിക്കൽ ഇത്തിരി പ്രൈസ് ആക്ഷൻ മെത്തേഡ് യൂസ് ചെയ്യുന്ന ആളായിക്കോട്ടെ അല്ലാത്ത ആളായിക്കോട്ടെ 306 ഒരു ഹിഡൻ റെസിസ്റ്റൻസ് ഉണ്ടെന്ന് അങ്ങനെ ആർക്കും ഐഡൻറ്റിഫൈ ചെയ്യലൊരു ഇത്തിരി പാടാണ്. അപ്പോൾ എന്താണ് 307ൽ മാർക്കറ്റ് ഹിറ്റ് ചെയ്തു. ആ ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ട് 137 നിന്നാണ് മാർക്കറ്റ് ഇപ്പോൾ റിവേഴ്സ് ആയിരിക്കണേ. അവിടെ RSIയുടെ ഒരു ക്രോസ് ഓവറും വന്നിട്ടുണ്ട്. ഇനി മാർക്കറ്റ് കുറച്ച് നേരം സിയിലേക്കായിരിക്കും മൂവ് ചെയ്യണം. എന്നിട്ടായിരിക്കും പിന്നെ പിയിലേക്ക് ഇനിയും പോകത്തുള്ളൂ. നോക്കിയേ, RSI ഇവിടെ ഒരു സൂചന തന്നു, മടക്ക് തന്നിട്ടുണ്ട്. നിലവിൽ ഇനി പി മൂവ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു 310 ബ്രേക്ക് ചെയ്താൽ മാത്രമേ 325ലേക്കുള്ളൊരു മൂവ് നമ്മളിനി എക്സ്പെക്റ്റ് ചെയ്യേണ്ടതുള്ളൂ. ഇവിടെ കൺസോൾട്ടേഷനാണ്. ചെറിയ സ്റ്റോപ്പ് ലോസ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇടലൊന്നും നടക്കുകയില്ല. അങ്ങോട്ടും ഇങ്ങോട്ടും മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ ഇന്ന് ഇപ്പോൾ രാവിലെ കിട്ടിയില്ലെങ്കിൽ അതിൻ്റെ പരാതി നമുക്ക് പിന്നെയും തീർക്കാം. 180 നിന്ന് 280 നിന്ന് 307, 28 പോയിന്റ് അഡീഷണൽ ആയിട്ട് കിട്ടിയിട്ടുണ്ട്. 27 പോയിന്റ്. ടോട്ടൽ വ്യൂ നമ്മളൊന്ന് പി മാത്രം കോൺസെൻട്രേഷൻ ചെയ്യുന്നുള്ളൂ. അപ്പോൾ ഫ്യൂച്ചർ ചാർട്ടിൽ 5 മിനിറ്റിൽ 25,462 ഭാഗത്തേക്ക് വന്നതുകൊണ്ടാണ്, കൺസോൾട്ടേഷൻ സോണാണ് അവിടെ വന്നതുകൊണ്ടാണ് നമ്മൾ പിന്നെയും പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്തതിൻ്റെ റീസൺ. പിന്നെ രണ്ടാമത്തെ കേസ് ഈ ഒരു ക്യാൻഡിലിൻ്റെ, അതായത് 9.21 ക്യാൻഡിലിൻ്റെ ഹൈ ചെന്ന് ഒരു വിക്ക് അടിച്ചിട്ടാണ് താഴത്തോട്ട് വന്നത്. അപ്പോൾ ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് പതുക്കെ ആ ഭാഗത്തേക്ക് വീണ്ടും പോകും. അതാണ് നമ്മൾ 292 ഒരു തവണ കൂടെ വരാനുണ്ടെന്ന് പറഞ്ഞത്. അവിടെയാണെങ്കിലും 12 പോയിൻ്റാണ്. പിന്നെയും മുകളിലോട്ട് സെക്കൻഡ് ടാർഗറ്റ് ഓൾറെഡി ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ടോട്ടലി പിയിൽ തന്നെയാണ് മാർക്കറ്റ് ഇപ്പോൾ നിലവിൽ നിൽക്കുന്നത്. ഇനി കുറച്ച് നേരം ഒരു 10:15 വരെയൊക്കെ ഒന്ന് കൺസോൾട്ടേഷൻ ചെയ്തിട്ടായിരിക്കും മാർക്കറ്റ് നിൽക്കുന്നത്. ഇനി ഇതിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ നോക്കിയാൽ മതി. ഒരു 307 ഒക്കെ ബ്രേക്ക് ചെയ്താൽ മാത്രം 325ലേക്കുള്ളൊരു മൂവ്മെൻറ്റ് നോക്കിയാൽ മതി. കാരണം ഇവിടെ 130 കൂടെ ഒരു സപ്പോർട്ട് ഉണ്ട്. ഇവിടെ നിന്നൊരു റിജക്ഷനാണ് ഇപ്പോൾ കഴിഞ്ഞത്. സീനെ സംബന്ധിച്ച് ഒരു ക്രോസ് ഓവറിൻ്റെ സിഗ്നൽ തന്നിട്ടുണ്ട്. ബട്ട് അത് ക്രോസ് ഓവറായ റെഡിലേക്കും കൂടെ കയറിയാൽ മാത്രമാണ് നമുക്ക് സി ഒരു കൺഫേം മൂവ്മെൻ്റ് ആണെന്ന് പറയാനായിട്ട് പറ്റത്തുള്ളൂ. ഇപ്പോൾ ഉള്ള റിവേഴ്സിൽ ഇപ്പോൾ 137 റിവേഴ്സിൽ കിട്ടിയിട്ടുണ്ടെങ്കിലും നമുക്ക് ആ 137 എന്നുള്ളത് ഒരു 138ലേക്ക് സ്റ്റോപ്പ് ലോസ് കയറ്റി വെക്കണം. കാരണം കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിന്റോ കയറ്റി വെച്ചിട്ട് വേണം സിയിൽ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും അത് ഫോക്കസ് ചെയ്യാനായിട്ട്. ബിക്കോസ് നിൽക്കുന്ന ലെവൽ ബ്രേക്ക് ചെയ്താൽ 130ലേക്ക് ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ്ങിനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ നമുക്ക് നഷ്ടം വരാൻ പാടില്ല. സി ഇവിടെ നിന്ന് ഇങ്ങനെ കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ 165 വരെ വരും.
165 ബ്രേക്ക് ചെയ്താലാണ് പിന്നെ ഒരു മൂവ്മെൻറ്റ് മുകളിലോട്ട് ഉണ്ടാവുള്ളൂ. നിലവിലുള്ള ക്യാൻഡിലിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. സിയുടെ നിലവിലുള്ള ക്യാൻഡിലിൽ ഒരു ഗ്യാപ്പ് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ ഗ്യാപ്പ് ഫില്ല് ചെയ്യാൻ വരുമോ എന്നുള്ള കാര്യങ്ങളും കൂടെ നോക്കണം. കറക്റ്റ് എൻട്രി, കറക്റ്റ് ടാർഗറ്റ് 310. നമ്മൾ 307 പറഞ്ഞത്, പക്ഷേ 310 വരെ പോയി. അതേപോലെ തന്നെ താഴത്തോട്ട് വന്നു. ഈ ഒരു വൈറ്റ് ഡോട്ടിൽ സപ്പോർട്ട് എടുത്തു. ഇവിടെ SMA ഹിറ്റ് ചെയ്താണ് നിൽക്കുന്നത്. അപ്പോൾ ഇൻ കേസ് ഇവിടെ നിന്നൊരു എൻട്രി നമുക്കൊരു 138 നിന്ന് കിട്ടിയാലും, വേണ്ട 140 നിന്ന് കിട്ടിയാലും ഒരു 143 കയറ്റി വെക്കാം. കാരണം മെജോറിറ്റി കിടക്കുന്നത് പീക്ക് അനുകൂലമായിട്ടാണ് മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പോൾ സിയിൽ നമ്മൾ എൻട്രി എടുത്താലും നമ്മൾ കോസ്റ്റ് ടു കോസ്റ്റോ ഒരു പോയിൻ്റോ ഒക്കെ കയറ്റിയിട്ട് പതുക്കെ പോവാന്നുള്ളത് മാത്രമേ ഉള്ളൂ. ഇവിടെ ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട് SMA. അപ്പോൾ 284 ഈ SMA ഒരു സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. വൺസ് അഗെയിൻ 300 ബ്രേക്ക് ചെയ്താൽ വീണ്ടും മാർക്കറ്റ് മുകളിലേക്ക് തന്നെയാണ് പോകത്തുള്ളൂ. എനിവേ വളരെ ക്വിക്കായിട്ടുള്ള മൂവ്മെൻ്റ് ആയിരുന്നു. എന്തായി അവസ്ഥ എന്നുള്ള കാര്യം നോക്കാം. അപ്പോൾ സിയിൽ വന്നിരിക്കുന്ന ക്രോസ് ഓവറിലെ 3 സപ്പോർട്ടാണ് 140, 137, 130. അപ്പോൾ ഇതിൽ എവിടെ നിന്നാണ് ഇപ്പോൾ 130 സപ്പോർട്ട് എടുത്താൽ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് എന്ന് പറയണത്, അല്ല 140 എടുത്താൽ 130 ബിലോ ആണ് അതിൻ്റെ സ്റ്റോപ്പ് ലോസ് ഏരിയ എന്ന് പറയണത്. കാരണം 300 ഇനിയും ബ്രേക്ക് ചെയ്ത് ഇനിയും മാർക്കറ്റ് മുകളിലോട്ട് പോകുള്ളൂ. 300 ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് പിയിൽ ഒരു മൂവ്മെൻ്റ് ഉള്ളൂ. ഇത് ക്രോസ് ഓവർ സിയിൽ വന്നിട്ടുണ്ട്. അത് ഗ്രിഡിലേക്കും കൂടെ കയറിയാൽ നമുക്ക് ധൈര്യമായിട്ടിരിക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ ഈ 140 എന്നുള്ള മൂവ്മെൻ്റ് ആയിരിക്കും തിരിച്ച് 165 പോകുന്നത്. അതെ. അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അതായത് സിയുടെ ക്യാൻഡിലിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അതുകൊണ്ട് പക്ക സ്റ്റോപ്പ് ലോസ് ആണെങ്കിൽ അത്രയും നല്ലതാണ്. കോസ്റ്റ് ടു കോസ്റ്റ് ഒരു പോയിൻ്റൊക്കെ താത്തിയിടുന്നതാണ് ഏറ്റവും ബെറ്റർ. കാരണം തിരിച്ച് താഴത്തോട്ടൊരു അടി 130 അടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അത് 130 അടിക്കുകയാണെങ്കിൽ നമുക്ക് പിയിൽ ആ സ്കാൽപ്പ് ചെയ്ത പോയിൻ്റ് എവിടെ എടുക്കാൻ പറ്റും? ഹൈ 290, 90 തൊട്ട് 300 വരെ കിട്ടത്തുള്ളൂ. അല്ലെങ്കിൽ സി കയറിപ്പോവും. കാരണം സിയിൽ നല്ല രീതിയിലൊരു കുതിപ്പിനുള്ള ചാൻസ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു സ്റ്റോപ്പ് ലോസ് കണ്ടെങ്കിൽ 130 ഭാഗത്തേക്ക് വരും എന്നുള്ള പ്രതീക്ഷ നമ്മുടെ മനസ്സിലുണ്ടാവണം. ആ മനസ്സിലുണ്ടാവണമെന്നുണ്ടെങ്കിൽ ആ സ്റ്റോപ്പ് ലോസ് എവിടം വരെ പോകാൻ ചാൻസ് ഉണ്ട്? 300 ബ്രേക്ക് ചെയ്താൽ 320 പോകുമെന്നുള്ള പ്രതീക്ഷ നമുക്ക് ഉണ്ടാവണമെന്നുള്ളൂ. വേറെ വിഷയമൊന്നുമില്ല. കാരണം 162 മാർക്കറ്റ് ടച്ച് ചെയ്തിട്ടില്ല. അതുകൊണ്ട് സിയിൽ 2 മിനിറ്റാണ് ടോട്ടൽ. നമ്മുടെ വ്യൂ ഡൗൺ സൈഡിലേക്കാണെങ്കിലും 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ കുറച്ച് സി ഒക്കെ മൂവ് ചെയ്യില്ല എന്ന് ഉറപ്പൊന്നുമില്ല. ഒറ്റടിക്ക് 155 ചെന്ന് നിൽക്കുന്നത്. വൺ 157, 158, 159. പ്രീവിയസ് ആയിട്ട് ഒരു ഗ്യാപ്പ് കിടപ്പുണ്ട് നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോയിൽ. അപ്പോൾ അത് ഫില്ല് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആ വരുന്നത്. ഓക്കെ, ഫില്ല് ചെയ്തു.
സിയിൽ അല്ലെങ്കിൽ ഫ്യൂച്ചറിൽ 25,507 ഒരു കൺസോൾട്ടേഷൻ ഉണ്ട്. അവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ടൊക്കെ ആയിരിക്കും മാർക്കറ്റ് ഇനി ഒരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. RSI 2 മിനിറ്റിൽ അപ്പർ സൈഡിലേക്കുള്ള മൂവ്മെൻ്റ് ആണ്, സിക്ക് അനുകൂലമായിട്ടാണ് നിലവിൽ നിൽക്കുന്നത്. അപ്പം അത് പിന്നെ പോകാനുള്ള ഫ്യൂച്ചർ 25,525 ഒരു പോയിന്റ് ടച്ച് ചെയ്യാനായിട്ട് കിടപ്പുണ്ട്. 25,525. അതേപോലെ 25,513 ഒരു റിജക്ഷൻ ഉണ്ട് ഫ്യൂച്ചറിനെ ബേസ് ചെയ്തിട്ട്. അതൊക്കെ കൂടെ ടാലി ചെയ്യുമ്പോഴത്തേക്കും ഒരു 161, 165 ഒരു റിജക്ഷൻ പോയിന്റ് ആണ്. അതേപോലെ തന്നെ പിയിൽ 250 ഒരു സപ്പോർട്ട് സോണാണ്. ആ 250 ബ്രേക്ക് ചെയ്ത് പി ഡൗൺ ആയാൽ മാർക്കറ്റ് 230 ഫാൾ ആവുന്നത്. ഓക്കെ, നമ്മുടെ അടുത്ത ടാർഗറ്റും ഓൾമോസ്റ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. 140 മുതൽ 65 വരെ 25 പോയിൻ്റാണ് ഇവിടെയും കിട്ടിയിരിക്കുന്നത്. വളരെ ക്ലിയർ കട്ടായിട്ടുള്ളൊരു വ്യൂ ആണ്. 169. അപ്പോൾ അത് കയറ്റി ലോക്ക് ചെയ്തിട്ട് വെക്കുക. ഒരു 165 ലോക്ക് ചെയ്ത് വെച്ചിട്ട് കയ്യും കെട്ടിയിരിക്കുക. 25545 ഫ്യൂച്ചറിൽ 25,545 ഒരു റിജക്ഷൻ ഉണ്ട്. ആ റിജക്ഷനും ബ്രേക്ക് ചെയ്താൽ മാർക്കറ്റ് 185 ആ ലെവലിലേക്കായിരിക്കും മാർക്കറ്റ് മൂവ് ചെയ്യണം. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു മൂവ്മെൻ്റ് ആണ് നിലവിൽ കഴിഞ്ഞത്. ഇതൊരു റിജക്ഷൻ ഏരിയ ആണ്. വൈറ്റ് ഡോട്ട് എന്നുള്ളത് ഒരു റിജക്ഷൻ ഏരിയ ആണ്. അതും കണ്ടിന്യൂ ചെയ്ത് പോയി കഴിഞ്ഞാൽ മാർക്കറ്റ് 185, 211 ആ ഭാഗത്തേക്കായിരിക്കും മൂവ് ചെയ്യണം. ഇപ്പോൾ റൈറ്റ് സൈഡിൽ 230 സപ്പോർട്ട് എടുത്തേക്കുവാണ്. നെക്സ്റ്റ് ക്യാൻഡിൽ ഇവിടെ നിന്ന് ഡൗൺ ആയി കഴിഞ്ഞാൽ ഇനി 209 മാർക്കറ്റ് വരുന്നത്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ട് ഉണ്ട്. അതേ വൈറ്റ് ഡോട്ടിൽ തന്നെയാണ് ഇവിടെ ഹിറ്റ് ചെയ്ത് നിൽക്കുന്നത്. അപ്പോൾ 177 ഇറങ്ങാം. അത് കഴിഞ്ഞിട്ട് വീണ്ടും അവിടെ നിന്ന് ബ്രേക്ക് ചെയ്തിട്ട് മുകളിലോട്ട് പോകുമ്പോൾ എടുക്കാം. അല്ലെങ്കിൽ RSI ക്രോസ് ഓവർ ആവുന്നവരെ നമുക്ക് ഹോൾഡ് ചെയ്യാം, ട്രെയിൽ ചെയ്ത് വെക്കാം. 187 ഒരു കൺസോൾട്ടേഷൻ സോൺ ഉണ്ട്. നിലവിലെ വൈറ്റ് ഡോട്ട് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ മാർക്കറ്റ് പോയി ഒന്ന് സ്ട്രഗിൾ ചെയ്യുന്ന ഏരിയ 187 ആയിരിക്കും. നിലവിലുള്ള സിയുടെ ക്യാൻഡിലിന് അപ്പർ വിക്ക് ക്രിയേറ്റ് ചെയ്തിട്ടില്ല. ഓരോ ഏരിയയിൽ വരുമ്പോഴും ഒരു 2 ക്യാൻഡിലൊക്കെ അവിടെ സ്ട്രഗിൾ ചെയ്തതിന് ശേഷമായിരിക്കും വീണ്ടും ഒരു മൂവ്മെൻറ്റ് ഉണ്ടാകത്തുള്ളൂ. ആ വൈറ്റ് ഡോട്ടൊക്കെ നമ്മൾ സ്ഥിരം കാണുന്നതാണ്. അതായത് 230 വരെ സപ്പോർട്ട് എടുക്കാനായിട്ട് വരും. ആ 230 വന്നപ്പോഴാണ് ഇവിടെ വൈറ്റ് ഡോട്ടിൽ ഇടിച്ചത്. 175 176 അവിടെയൊക്കെ നമുക്ക് റെസ്റ്റ് ചെയ്യണമെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്നിട്ട് അത് ബ്രേക്ക് ചെയ്ത് കഴിയുമ്പോൾ 185 187 വീണ്ടും എടുക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ 165 താഴെ ക്യാൻഡിൽ ക്ലോസ് ചെയ്താൽ ബ്ലോക്ക് ആക്കാം. അപ്പോൾ 40 മുതൽ 26 പോയിന്റ് 25 പോയിന്റ്. എന്താണെന്ന് വെച്ചാൽ ഈ ക്യാൻഡിലിന് ഹയർ വിക്ക് ക്രിയേറ്റ് ചെയ്യാത്ത കൊണ്ട് ഒരു സ്ട്രഗിളിന് ശേഷം ഒരു റിവേഴ്സ് വീണ്ടും നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. ഇനിയിപ്പോൾ ഈ RSI ക്രോസ് ഓവർ ആവാതെ നമുക്ക് പിയിലേക്ക് കോൺസെൻട്രേഷൻ ചെയ്ത് നടക്കില്ല. ഒന്നെങ്കിൽ 50 RSI ഡൈവർജൻസ് ആവണം, ഇല്ലെങ്കിൽ ഒന്നും കൂടെ മാർക്കറ്റ് മേളിലോട്ട് പോയിട്ട് 195 ഭാഗത്തൊക്കെ എത്തിയിട്ട് വേണം RSI ക്രോസ് ഓവർ ആവാനായിട്ട്. ഓക്കെ, 193 മാർക്കറ്റ് എത്തിയിട്ടുണ്ട്. നമ്മൾ പറഞ്ഞ ലെവലിലേക്ക് മാർക്കറ്റ് ഒരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ആണ് നമ്മൾ പറഞ്ഞത്. ആ ട്രെൻഡ് കണ്ടിന്യൂഷൻ ആയിട്ടാണ് മാർക്കറ്റ് 193 വരെ പോയി നിൽക്കുന്നത്. അതായത് 2 ക്യാൻഡിൽ കഴിഞ്ഞിട്ടേ, അപ്പോൾ 165 താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ആയാലേ നമുക്ക് ഡൗൺ ആവുള്ളൂ. കറക്റ്റ് 165 അവിടെ വന്നിട്ടാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. 194 ടാർഗറ്റ് ഹിറ്റ് ചെയ്തു. 187 185 താഴെ ക്യാൻഡിൽ ക്ലോസ് ആയാൽ നമുക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അല്ലെങ്കിൽ ഇവിടെ ഇറങ്ങിയിട്ട് അടുത്ത 2 ക്യാൻഡിൽ അടുത്ത ബ്രേക്ക് ഔട്ട് കിട്ടിക്കഴിഞ്ഞാൽ നമുക്ക് 211 പോകാം. ഇപ്പോൾ എൻ്റെ സിസ്റ്റം എന്താണെന്ന് വെച്ചാൽ ഈ RSI 21 പോയിന്റിലോ അല്ലെങ്കിൽ അതിന് മേളോട്ടുള്ള ഭാഗത്തോ ഒക്കെ നോക്കി ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് ഈ RSI ക്രോസ് ഓവർ ആവുന്നവരെ ഹോൾഡ് ചെയ്ത് വെക്കുക. ഒന്നെങ്കിൽ എനിക്ക് 21 പോയിന്റ് കിട്ടണം, ഇല്ലെങ്കിൽ RSI ക്രോസ് ഓവർ ആകുമ്പോൾ മാക്സിമം കിട്ടണം. അത് ചില സമയത്ത് സ്റ്റോപ്പ് ലോസ് അടിക്കും, ചില സമയത്ത് 10-20 പോയിന്റ് കിട്ടും, ചില സമയത്ത് 50 പോയിന്റ് 60 പോയിന്റ് വരെയൊക്കെ നമുക്ക് കിട്ടും. ഇപ്പോൾ പി സൈഡിൽ 209 സെക്കൻഡ് സപ്പോർട്ടിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്.
അപ്പോൾ അവിടെ വന്നിട്ട് മാർക്കറ്റ് കറക്റ്റായിട്ടാണ് അവിടെ നിന്ന് റിവേഴ്സ് ആവുന്നത്. അപ്പോൾ നമുക്കങ്ങനെ റെസ്റ്റ് ചെയ്ത് 3-4 ട്രേഡൊക്കെ ആയിട്ട് എടുത്ത് നമുക്ക് പോകാം, പ്രശ്നങ്ങളൊന്നുമില്ല. ഇല്ലെങ്കിൽ ഹാപ്പി ആവുന്ന ഒരു ഏരിയയിലാണെങ്കിൽ അവിടെ 187 കൺസോൾട്ടേഷൻ സോണാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഇവിടെ നിന്നൊരു മൂവ് കിട്ടിക്കഴിഞ്ഞാൽ 205 മാർക്കറ്റ് പോകുന്നത്. അപ്പോൾ സിയുടെ നമ്മൾ ഗ്രൂപ്പിലിട്ടത് ബൈ അബോവ് 170 ആണ്, ടാർഗറ്റ് 187, 205 ആണ് നമ്മൾ ഏകദേശം പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ അത് 187 ഓൾമോസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇവിടെ ഒന്ന് സ്ട്രഗിൾ ചെയ്തിട്ട് അടുത്തൊരു മൂവ്മെൻറ്റ് എങ്ങോട്ടാണ് കിട്ടണേ, 205 അടുത്ത മൂവ്മെൻറ്റ് കിട്ടണേ. അപ്പം നമ്മൾ ട്രെയിൽ ചെയ്ത് അതിൻ്റെ പുറകെ പോയിട്ട് നമുക്ക് ആവശ്യമുള്ളൊരു പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. നമ്മൾ പിയിലേക്ക് തന്നെയാണ് കോൺസെൻട്രേഷൻ ചെയ്തത്, അത് നമ്മുടെ പ്ലാൻ എ ആണ്. പക്ഷേ ഇവിടെ 2 മിനിറ്റിൻ്റെ RSI സിയിലേക്ക് വരുമ്പോൾ നമ്മൾ പിയിലാണല്ലോ എന്നും പറഞ്ഞിട്ട് ബലം പിടിച്ച് നിന്നിട്ട് കാര്യമില്ല. നമ്മൾ 2 മിനിറ്റ് നോക്കുന്നതിൻ്റെ കാര്യം അതാണ്. 2 മിനിറ്റ് ക്യാൻഡിൽ പൊതുവെ അങ്ങനെ ആരും നോക്കാറില്ല. 2 മിനിറ്റിൻ്റെ ക്യാൻഡിൽ ചെറിയ കുറേ സീക്രട്ട് കാര്യങ്ങളൊക്കെ കിടപ്പുണ്ട്. പൊതുവെ എല്ലാവരും 1 മിനിറ്റ്, 3 മിനിറ്റ്, 5 മിനിറ്റാണ് നോക്കുന്നത്. ഞാൻ അതൊക്കെ ഇട്ട് കുറേ നോക്കിയതാണ്. അപ്പോഴാണ് 2 മിനിറ്റിന് എന്താണെന്ന് അറിയാൻ വേണ്ടി നോക്കിയപ്പോൾ 3 മിനിറ്റിലും 5 മിനിറ്റിലും ഇല്ലാത്ത വേറെ കുറേ കാര്യങ്ങൾ 2 മിനിറ്റിൻ്റെ ഇടയിലുണ്ട്. അത് നമുക്കൊരു കുറച്ചും കൂടെ അക്യുറസി ആയിട്ടുള്ള എൻട്രി കിട്ടാനുള്ള പോസിബിലിറ്റി ഉണ്ടെന്നുള്ളതുകൊണ്ടാണ് നമ്മൾ 2 മിനിറ്റിൽ കോൺസെൻട്രേഷൻ ചെയ്യുന്നത്. എല്ലാവരും ചിന്തിക്കുന്ന സമയത്തിൻ്റെ ഇടക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്, 1-നും 3-നും ഇടക്കാണ് നമ്മൾ ചിന്തിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വലിയ പ്രശ്നങ്ങളൊക്കെ ഇല്ലാതെ പോകാനായിട്ട് പറ്റും. ഇവിടെയൊക്കെ ഒരു 2 ക്യാൻഡലിനപ്പുറം ഇവിടെയൊന്നും മാർക്കറ്റിന് നിൽക്കാൻ പറ്റുകയില്ല. 2 മാക്സിമം 3, അതിനപ്പുറം ഇങ്ങനെയുള്ള ഏരിയാസിലൊന്നും മാർക്കറ്റിന് നിൽക്കാൻ പറ്റില്ല. അതിനപ്പുറം അടുത്ത മൂവ്മെൻറ്റ് എടുത്തിരിക്കണം. നല്ല രീതിയിൽ പോയി കഴിഞ്ഞ് 247 വരെ കിടപ്പുണ്ട്. 205 വളരെ സേഫ് ആയിട്ടുള്ളൊരു സോണാണ് 205. ഇപ്പം നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്കൊക്കെ നമുക്ക് ട്രെയിൽ ചെയ്തൊക്കെ വെച്ചിട്ട് ആശ്വാസമാവാം. അപ്പോൾ 140 മുതൽ എത്ര വരെയും ട്രെയിൽ ചെയ്താൽ കിട്ടി, 196, 56 പോയിൻറ്റ്. 56 പോയിന്റ് വരുമ്പോൾ 85 ട്രെയിൽ ചെയ്ത് വെച്ചാൽ വല്ല കുഴപ്പമുണ്ടോ? 85, 95, 99. അപ്പോൾ അവിടെ 14 പോയിന്റിൻ്റെ വ്യത്യാസം വരും. അതൊക്കെ സഹിക്കാൻ തയ്യാറായിരിക്കണം. നമുക്ക് വേണ്ടത് 21 പോയിൻ്റാണ്. 21 പോയിന്റ് വേണ്ടപ്പോൾ 45 പോയിന്റിലേക്ക് ട്രെയിൽ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രശ്നമില്ല. ഒന്നെങ്കിൽ 45 പോയിന്റ്, അല്ലാന്നുണ്ടെങ്കിൽ 205. അവിടെ നിന്നും ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ 223, 247 വരെയൊക്കെ മാർക്കറ്റ് കിടപ്പുണ്ട്. കാരണം 15 മിനിറ്റ്സിൽ ക്രോസ് ഓവർ വന്നിട്ട് ആ മടക്ക് നിവർന്ന് നിൽക്കുക. 30 മിനിറ്റിലും ഒരു ക്രോസ് ഓവർ മുകളിലേക്ക് വന്നിട്ടുണ്ട്. 205, 203.45 മാർക്കറ്റ് വന്ന് നിൽക്കണേ. 205 ബ്രേക്ക് ചെയ്തിട്ടില്ല. നമ്മൾ 205 പ്രതീക്ഷിക്കുന്നൊരു ഏരിയ, വളരെ സേഫായിട്ട്. പിന്നെ ചെറിയ 2 പോയിന്റിൻ്റെ വ്യത്യാസം, അത് ചില സമയത്ത് നമുക്ക് പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. ഇവിടെ ഒരു ചെറിയ പിൻബാർ വന്നിട്ടുണ്ട് ഈ ബ്ലൂ ലൈനിൽ. ഇപ്പം ഇതിൻ്റെ പക്ഷേ വേറൊരു ആശ്വാസം നൽകുന്നൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഈ പിൻബാർ ശരിക്കും ഒരു റിവേഴ്സ് സൈനാണ്, പക്ഷേ അതിൻ്റെ ലോവർ വിക്ക് വന്നിട്ടില്ല. അപ്പം അതുകൊണ്ട് ഇതൊരു 100% ഉറപ്പാണോ എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. പിന്നെ നമുക്കിവിടെ റിസ്കി ആയിട്ടുള്ളൊരു എൻട്രി എടുക്കാം. 206 10 പോയിന്റ് സ്റ്റോപ്പ് ലോസ് കിട്ടിക്കഴിഞ്ഞാൽ ഇത് 230 237 മൂവ് ചെയ്യും. പക്ഷേ ലോവർ വിക്ക് വന്നേക്കണ കാരണം ഹൈലി റിസ്കി ആയിട്ടുള്ള എൻട്രി ആയിരിക്കും അത്. കാരണം ഇവിടെ 205 ടച്ച് ചെയ്തിട്ടില്ല. സെക്കൻഡ് തിങ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ RSIയുടെ ഒരു മടക്ക് കിട്ടിയിട്ടില്ല. അപ്പം അതുകൊണ്ട് എനിക്കത്ര ഉറപ്പില്ലാത്തൊരു എൻട്രിയാണിത്, റിവേഴ്സ് എന്നുള്ളത്. പിന്നെ കിട്ടിയ അവിടെ നിങ്ങൾ ക്ലച്ച് പിടിച്ചങ്ങ് പോകുന്നു മാത്രമേ ഉള്ളൂ. ഇപ്പോൾ 10 പോയിന്റ് അവിടെ സ്റ്റോപ്പ് ലോസ് ഇടുവാണെങ്കിൽ പ്രീവിയസ് ക്യാൻഡലിൻ്റെ ഹൈ ബ്രേക്ക് ചെയ്താൽ ഒരു 195 205 ഇട്ട് 10 പോയിന്റ് കിട്ടും.
185-ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടുമില്ല. റിസ്കി എൻട്രി ആണെന്ന് മാത്രമേ ഉള്ളൂ. നമ്മളെപ്പോഴും താഴത്തോട്ട് പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ വേണം പിയിൽ നമ്മളൊരു എൻട്രി പ്ലാൻ ചെയ്യാനും. 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്, 216, 206 സ്റ്റോപ്പ് ലോസ്, 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ്. ആ 10 പോയിൻ്റ് സ്റ്റോപ്പ് ലോസ് ഇവിടെ മാർക്കറ്റ് നിലവിൽ വന്നേക്കണത് 184.70 ആണ്. 185-ൻ്റെ താഴത്ത് ക്യാൻഡിൽ ക്ലോസ് ആയാൽ കണ്ടിന്യൂവേഷൻ ആ ഫാള് താഴത്തോട്ട് പോരും. പിൻബാർ വന്നുകൊണ്ടാണ് നമുക്കിവിടെ ഒരു മിസ്അണ്ടർസ്റ്റാൻഡ്. ശരിക്കും പറഞ്ഞാൽ എന്നെ സംബന്ധിച്ച് ഇവിടെ എൻട്രി ആണ് പിയിൽ. പക്ഷെ അതിൻ്റെ സ്റ്റോപ്പ് ലോസ് 10 പോയിൻ്റ് ഇടും. ആ 10 പോയിൻ്റ് നേരെ മറിച്ച് 197 ബ്രേക്ക് ചെയ്താൽ 305-ലേക്ക് എടുക്കുകയും ചെയ്യും. ഉറപ്പില്ലാത്തൊരു എൻട്രിയാണ് പിയിലുള്ള എൻട്രി എന്ന് വെച്ച് കഴിഞ്ഞാൽ. ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ എടുക്കുന്ന എൻട്രി ആണെന്ന് മാത്രമേ ഉള്ളൂ. കണ്ടോ, അത് ഒട്ടും ഉറപ്പില്ല. ഇരുന്നൂറ്റി 305 സോറി 205. കാരണം ലോവർ വിക്ക് വന്നിട്ടില്ല, RSI ക്രോസ് ഓവർ തന്നിട്ടില്ല. അല്ലെങ്കിൽ നമുക്ക് ഉറപ്പായിട്ടും കോൺസെൻട്രേഷൻ ചെയ്യാമായിരുന്നു. ഇവിടെ 205 ടച്ച് ചെയ്തിട്ടില്ല. ആ ഒരൊറ്റ കാര്യം. 185-ൻ്റെ താഴെ ക്യാൻഡിൽ ക്ലോസ് ആയിട്ടില്ല. അപ്പോൾ അത്രയും കാര്യങ്ങൾ കൊണ്ടാണ് നമുക്ക് വീണ്ടും സിയിൽ തന്നെ അപ്പുറത്ത് പോയാലും തിരിച്ചിപ്പുറത്ത് കിട്ടും എന്നുള്ളൊരു കാര്യങ്ങൾ നമ്മൾ പറഞ്ഞത്. അപ്പോൾ എനിവേ നമ്മുടെ ഓൾമോസ്റ്റ് എല്ലാ ടാർഗറ്റുകളും ഹിറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി 211 ഒന്ന് ട്രിഗർ അടിക്കാനായിട്ടുള്ളത്. ആ 211 ബ്രേക്ക് ചെയ്താൽ പിന്നെ 223-ലേക്കായിരിക്കും മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ്. അപ്പോൾ 140-ൽ നിന്ന് 2 തവണയാണെങ്കിലും 3 തവണയാണെങ്കിലും 140-ൽ നിന്ന് 205, 60-65 പോയിൻ്റാണ് ട്രെയിൽ ചെയ്ത് കഴിഞ്ഞാൽ. അപ്പോൾ എനിവേ നമുക്ക് ഏകദേശം വീഡിയോ ഒക്കെ വൈൻഡപ്പ് ചെയ്യാം. 10 മണി, നമ്മുടെ 10 മണിക്കാണ് നമ്മുടെ ടാർഗറ്റ് ഹിറ്റ് ചെയ്യുന്ന ഒരു ടൈം. കറക്റ്റ് 10 മണിയുടെ ക്യാൻഡിലിൽ 205 മാർക്കറ്റ് ഹിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഇവിടെ RSIയിൽ ഒരു മടക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ ഇവിടെ RSIയിൽ പിയിൽ ഒരു ക്രോസ് ഓവർ വന്നിട്ടുണ്ട്. പിന്നെ ഇവിടെ സപ്പോർട്ട് കറക്റ്റായിട്ട് എടുക്കുന്നുണ്ട്. 1, 2, 3, 4, 5 ക്യാൻഡിലായി. അപ്പോൾ ഒരു കൺസോൾട്ടേഷൻ സോണിലാണ് മാർക്കറ്റ് നിൽക്കുന്നത്. ഒരു സ്റ്റോപ്പ് ലോസ് ഹണ്ടിങ് ആണ് ഈ കഴിഞ്ഞേക്കണേ. ഇപ്പോൾ ഇവിടെ നമുക്ക് പിയിൽ നോക്കാം. പിയിൽ 212-ൽ എടുത്താലും ഒരു 197 ഏരിയ സ്റ്റോപ്പ് ലോസ് ആയിട്ട് നമുക്കിടാം. അപ്പോൾ 214, 10-15 പോയിൻറ്റിൻ്റെ സ്റ്റോപ്പ് ലോസ് ഉണ്ട്. അപ്പോൾ ആ സ്റ്റോപ്പ് ലോസ് പോയാൽ ഇത് ഫൈനൽ നമ്മുടെ വ്യൂ ആണ്. ആ സ്റ്റോപ്പ് ലോസ് നമുക്ക് ഹിറ്റ് ചെയ്താൽ 205-ൽ നിന്ന് 211, 223-ലേക്കുള്ള അടുത്ത മൂവ്മെൻറ്റിൽ നമുക്ക് ആ സ്റ്റോപ്പ് ലോസ് തിരിച്ചു പിടിക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഫൈനൽ വ്യൂ ആണ്. ഇവിടെ എൻട്രി കിട്ടിയിട്ടുണ്ടെങ്കിലും നിലവിലുള്ള ക്യാൻഡിലിൻ്റെ ലോവിലേക്ക് സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്ത് വെച്ചിട്ട് നമുക്ക് ലൈവ് വൈൻഡപ്പ് ചെയ്യാം. ഇനി ഇപ്പം ഇവിടെ നിന്നൊരു എൻട്രി നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് വിചാരിച്ചോ. അത് ഈ പറഞ്ഞ പോലെ ചെറിയ സ്റ്റോപ്പ് ലോസിൽ 207 അത്രയൊക്കെ ഇട്ടാലും മതി. പോയാലും വലുതായി കാര്യമായിട്ടൊന്നും പോകാനായിട്ടില്ല. അത് ഇൻ കേസ് സ്റ്റോപ്പ് ലോസ് ഹിറ്റ് ചെയ്താൽ നമുക്ക് നിർത്തിയേക്കാം. അല്ലാന്നുണ്ടെങ്കിൽ ഇത് വൈകിട്ട് വരെ കയറിപ്പോയാൽ വൈകിട്ട് വരെ ഹോൾഡ് ചെയ്യുക, അത്രേ ഉള്ളൂ. അപ്പം എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ, അപ്പോൾ അതിൻ്റെ റിജക്ഷൻ ഏരിയ എന്ന് പറഞ്ഞാൽ 231, 235 അവിടെയും കൂടെ ബ്രേക്ക് ചെയ്ത് പോയി കഴിഞ്ഞാൽ ഒരു 5 പോയിൻ്റ് കയറ്റി സ്റ്റോപ്പ് ലോസ് ട്രെയിൽ ചെയ്തിട്ട് വൈകിട്ട് വരെ ഇട്ടേക്കുക. നമ്മൾ നോക്കേണ്ട സമയം 12:30, 1:30, 2:30, 2:50 ഈ സമയത്ത് ഇനി അതിനകത്തോട്ട് നോക്കിയാൽ മതി. അപ്പോൾ ആവശ്യത്തിൽ കൂടുതൽ കിട്ടിയിട്ടുണ്ട്. ഇനി കിട്ടുന്നത് ബോണസാണെന്ന് വിചാരിക്കുക. അപ്പോൾ എനിവേ കൂടുതൽ അറിയാനോ മനസ്സിലാക്കാനോ പഠിക്കാനോ ഒക്കെ താല്പര്യമുള്ളവർക്ക് നേരിട്ട് വിളിക്കാം. നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സ് ഉണ്ട്. നമ്മുടെ ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാം. എനിവേ ഓൾ ദി ബെസ്റ്റ്. നമ്മൾ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട് 210
230-31 റിജക്ഷൻ ഉണ്ട്. ആ റിജക്ഷനും കൂടെ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് മാർക്കറ്റിലൊരു മൂവ്മെൻറ്റ് കിട്ടത്തുള്ളൂ. അതേപോലെ ഇവിടെ ഒരു റീടെസ്റ്റിന് വേണ്ടി വന്നിരിക്കുകയാണ്. വൈറ്റ് ഡോട്ടിൽ ഒരു റീടെസ്റ്റ് അടിക്കുന്നുണ്ട്. ഇവിടെ സിയിൽ ഒരു റീടെസ്റ്റാണ് അടിക്കുന്നത്. അപ്പോൾ നോക്കിയേ 211 221 229 വരെ 229.12 അവിടെയാണ് മാർക്കറ്റ്. ആ ലെവലും കൂടെ ബ്രേക്ക് ചെയ്താൽ പിന്നെ നമുക്ക് സ്വസ്ഥമായിട്ട് വൈകിട്ട് വരെ നമുക്ക് ഹോൾഡ് ചെയ്യാം. കാരണം 25,507 ഇവിടെ ബ്രേക്ക് ചെയ്ത് പോകണം. 230 നമ്മൾ താഴത്തുനിന്ന് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ 235 അങ്ങ് ബ്രേക്ക് ചെയ്ത് പോയാൽ ഈ ബ്രേക്കിംഗ് സോണിൻ്റെ അവിടുത്തെ ക്യാൻഡിൻ്റെ ലോവിലേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അതായത് ഒരു 225 ഭാഗത്തേക്ക് ട്രെയിൽ ചെയ്ത് വെക്കാം. അത് ഇവിടെ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യും. ഇവിടെ ചെറിയ സ്റ്റോപ്പ് ലോസ് ഒന്നാമത് ഇടൽ വലിയ പാടാണ്. കാരണം അങ്ങോട്ടും ഇങ്ങോട്ടും സ്ട്രഗിൾ ചെയ്ത് ഇവിടെയുള്ള ആൾക്കാരെയൊക്കെ പറ്റിച്ച് എല്ലാവരുടെയും സ്റ്റോപ്പ് ലോസ് ഒക്കെ എടുത്തതിന് ശേഷം മാത്രമാണ് മാർക്കറ്റ് പിന്നെ പെട്ടെന്നൊരു മൂവ് കിട്ടും. അത് ബാക്കിയുള്ളവർ നോക്കി നിൽക്കും. അപ്പോൾ ഇവിടെ സേഫായിട്ട് എവിടെ കയറിയോ കോസ്റ്റ് ടു കോസ്റ്റ് ആണ് സേഫ്. അതായത് സേഫായിട്ടുള്ളൊരു എൻട്രി. ഇവിടെ വരുമ്പോൾ ആൾക്കാർ ഗ്രീഡി ആവും. എന്നാൽ ഒരു 239 പോട്ടെ എന്നും പറഞ്ഞിട്ട് ആൾക്കാർ ഗ്രീഡി ആവും. ഇവിടെ സ്റ്റോപ്പ് ലോസ് വെക്കാനുള്ള സ്പേസ് ഇല്ല. പിന്നെ സേഫായിട്ട് വെക്കാൻ പറ്റുന്ന ഒരു ഏരിയ 220 മാത്രമേ ഉള്ളൂ. കാരണം ഈ ഒരു ലോവർ വിക്ക് വന്നതിൻ്റെ ബേസിൽ ഒരു 220 വേണമെങ്കിൽ വെക്കാം. അത് ചിലപ്പോൾ അടിച്ചു പോയിട്ട് തിരിച്ച് മുകളിലോട്ട് പോവും. അപ്പോൾ 209 230 വരെ കിട്ടി. അപ്പോൾ നമ്മൾ താഴത്തുനിന്ന് എടുത്താൽ 1, 2, 5 പോയിന്റ് കയറ്റി വെക്കുന്നതുകൊണ്ട് കുഴപ്പമില്ല. അതല്ല നമ്മൾ ഇൻ ബിറ്റ്വീൻ സ്പേസിൽ കയറി എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അവിടെ നിന്നൊരു സ്റ്റോപ്പ് ലോസ് കണ്ടിങ്ങനെ 209 വരെയൊക്കെ വന്നേക്കാം. ഇതിൻ്റെ ഇടക്ക് കൊണ്ടുപോയി നമ്മൾ പരീക്ഷണാടിസ്ഥാനത്തിൽ നിൽക്കാതിരിക്കുക എന്നുള്ളത്. ഇപ്പോൾ അല്ലെങ്കിൽ പിന്നെ ചെയ്യാൻ പറ്റുന്ന ഒരു 10 ലോട്ടാണെങ്കിൽ 230 ഒരു 5 ലോട്ട് കൊടുക്കുക. ബാക്കിയുള്ള ഒരു 5 ലോട്ട് കോസ്റ്റ് ടു കോസ്റ്റോ വല്ലതൊക്കെ 1 പോയിൻ്റ് 5 പോയിൻ്റോ ഒക്കെ കയറ്റി വെച്ചിട്ട് ലോക്ക് ചെയ്യുക. അപ്പോൾ കിട്ടിയത് പകുതി കിട്ടിയെന്നുള്ള സമാധാനമുണ്ട്. പകുതിയെങ്കിലും കിട്ടിയെന്നുള്ള സമാധാനമുണ്ട്. ബാക്കിയുള്ളത് ഒരു 5 പോയിന്റിൽ ലോക്ക് ചെയ്ത് വെക്കുക. പിന്നെ ലോട്ട് സൈസ് ഇപ്പോൾ 2 ലോട്ടാണ് എടുക്കുന്ന വ്യക്തിയെങ്കിൽ 230 ഒരു ലോട്ട് കൊടുക്കുക. ബാക്കി ഒരു 5 പോയിന്റിലേക്ക് കയറ്റി വെച്ചിട്ട് ഹോൾഡ് ചെയ്യുക. അത് ഇവിടെ നിന്നൊരു മൂവ്മെൻറ്റ് ഈ RSI മുകളിലോട്ട് പോകുന്നത് വരെ പിയിൽ തന്നെയാണ് മാർക്കറ്റിൻ്റെ മൂവ്മെൻറ്റ് നിലവിൽ നിൽക്കുന്നത്. അത് ചിലപ്പോൾ 209 വന്നിട്ട് പിന്നെ തിരിച്ച് മുകളിലോട്ടൊക്കെ പോകാം. അതൊന്നും നമുക്ക് പറയാനായിട്ട് പറ്റത്തില്ല. അപ്പോൾ ആദ്യത്തെ റിജക്ഷൻ ഏരിയയാണ് നമ്മൾ പറഞ്ഞ 230. ഇവിടെ പിൻബാർ SMA സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. കണ്ടോ, ഇവിടെ കറക്റ്റ് ഒരു പിൻബാർ SMA സപ്പോർട്ടാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ലോ ബ്രേക്ക് ചെയ്താൽ മാത്രമാണ് നമുക്ക് ഇനി ഒരു ഡൗൺ എക്സ്പെക്റ്റ് ചെയ്യാൻ പറ്റത്തുള്ളൂ. അല്ലാത്തടത്തോളം ഇനി കുറച്ച് നേരം വീണ്ടും സിയുടെ മൂവ്മെൻറ്റ് വരും. ആ മൂവ്മെൻറ്റ് 190 ബ്രേക്ക് ചെയ്താൽ 223 239 247 വരെയൊക്കെ പോയേക്കാം. അതായത് ഒരു ഹൈ ഒരു ലോ. അടുത്ത ഹൈ എന്ന് പറയണത് ഈ പെർസെൻറ്റേജ് കാൽക്കുലേറ്റ് ചെയ്താൽ ഏകദേശം 230 റേഞ്ച് ആയിരിക്കും ഒരു ട്രെൻഡിങ് മാർക്കറ്റ് ആണെന്നുണ്ടെങ്കിൽ. ഓക്കെ, നമ്മൾ ഇവിടെ ഒരു RSIയുടെ മടക്ക് വരുന്നുണ്ട്. ഇവിടെയും RSIയിലൊരു മടക്ക് വരുന്നുണ്ട്. ഇവിടെ ഒരു വൈറ്റ് ഡോട്ടിൽ 1, 2, 3 സപ്പോർട്ട് എടുത്തിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ താൽക്കാലം ഇവിടെ വൈൻഡപ്പ് ചെയ്യുന്നു. 235 എക്സിറ്റ് ആണ്. അപ്പോൾ 210 മുതൽ 10-25 പോയിൻ്റാണ് അവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ എനിവേ വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് വൈകിട്ട് കാണാം, അല്ലെങ്കിൽ തിങ്കളാഴ്ച തൊട്ട് കാണാം. അപ്പോൾ നമ്മുടെ ഗ്രൂപ്പിൽ വ്യൂ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ലൈവിലേക്ക് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും അതേപോലെ നമ്മുടെ ഗ്രൂപ്പിൽ പോസ്റ്റ് ചെയ്യുന്ന വ്യൂ മനസ്സിലാക്കി ട്രേഡൊക്കെ എടുക്കാനും താല്പര്യമുള്ളവർക്ക് നമ്മുടെ ഗ്രൂപ്പിലേക്ക് ജോയിൻ ആവാം. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു ഡേ ആശംസിക്കുന്നു. അപ്പോൾ കൃത്യമായിട്ടുള്ളൊരു എൻട്രി, കൃത്യമായിട്ടുള്ളൊരു എക്സിറ്റൊക്കെ വളരെ കൃത്യമായിട്ടാണ് ഇന്നത്തെ വ്യൂവിൽ പറഞ്ഞത്. പലരും എന്നോട് പറയുന്നുണ്ട് വ്യൂ നിങ്ങൾക്ക് പറയാൻ പറ്റുന്നുണ്ടല്ലോ, പക്ഷെ എടുക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ പറയുന്നില്ലെന്നോ പലരും എന്നോട് പറയുന്നുണ്ട്. ഇന്ന് കൃത്യമായിട്ട് എടുക്കാം, കൃത്യമായിട്ട് എക്സിറ്റ് ചെയ്യാം എന്നുള്ള കാര്യങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അപ്പോൾ അത് നിങ്ങൾക്ക് കൂടെ മനസ്സിലാവാൻ വേണ്ടിയിട്ടും നമ്മുടെ ആ ഒരു അക്യുറസി മനസ്സിലാക്കാനും വേണ്ടിയിട്ടാണ്. ഇപ്പോൾ കുറച്ച് പേര് ഇപ്പോൾ നേരത്തെ പറയണത് PNLൻ്റെ പ്രശ്നമായിരുന്നു.
ഇപ്പോൾ പറയണത് വ്യൂ ആർക്ക് വേണമെങ്കിലും പറയാം, പക്ഷേ എൻട്രി എക്സിറ്റ് നിങ്ങൾ പറയുന്നില്ലെന്നൊന്നാണ് ഇപ്പോൾ കുറച്ച് പേരുടെ പരാതി. ഇപ്പോൾ അതും ഞാൻ 2-3 വീഡിയോയിലായിട്ട് പറയുന്നുണ്ട്, എപ്പോഴും പ്രതീക്ഷിക്കരുത്. അപ്പോൾ അതിൻ്റെ അക്യുറസി മനസ്സിലാക്കി തരാൻ വേണ്ടിയിട്ട് മാത്രം പറയുന്നെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിവേ എല്ലാവർക്കും, അപ്പോൾ ഞാൻ ഇതിൻ്റെ പുറകെ തന്നെ നമ്മുടെ ഗ്രൂപ്പിൻ്റെ മെസ്സേജുകൾ ഞാൻ അയക്കാം. അതും കൂടെ കഴിഞ്ഞിട്ട് വീഡിയോ വൈൻഡപ്പ് ചെയ്യുന്നുള്ളൂ. എനിവേ ഓൾമോസ്റ്റ് 48 മിനിറ്റായി. ഓക്കെ, ഓൾ ദി ബെസ്റ്റ്. ഓൾമോസ്റ്റ് നമ്മൾ അടുത്ത മൂവ്മെൻറ്റും കൂടെ ക്യാച്ച് ചെയ്തിട്ടുണ്ട്. 247 നമ്മൾ വരച്ചൊരു ടാർഗറ്റാണ്. അപ്പം അതിൽ നമ്മളുടെ ടെലഗ്രാം ചാനലിൽ നമ്മൾ ഓൾറെഡി കൊടുത്തിട്ടുണ്ട്. നോക്കിയേ, പി ബൈ ബിറ്റ്വീൻ 200 209 ടാർഗറ്റ് 245 275 315 SL ഏരിയ 195. സി ബൈ അബവ് 197 200 ടാർഗറ്റ് 205 223 239 247. ഇതാണ് രണ്ട് വ്യൂ കൊടുത്തത്. അപ്പം അതിൽ നമ്മൾ ഈ ഒരു ഏരിയ ബ്രേക്ക് ചെയ്തപ്പോഴാണ് 194 ആണ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുള്ള മൂവ്മെൻറ്റ് പറഞ്ഞത്. ആ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് 10:35 ആയപ്പോഴാണ് നമ്മൾ അപ്ഡേറ്റ് ചെയ്തത്. 10:35 36 ആയപ്പോഴത്തേക്കുമാണ് ആ മൂവ്മെൻറ്റ് സ്റ്റാർട്ട് ചെയ്തത്. അത് 200 മുതൽ 247 വരെ 47 പോയിട്ട് പോയിട്ടുണ്ട്. അപ്പോൾ ഓൾമോസ്റ്റ് ഇന്നത്തെ എല്ലാ ടാർഗറ്റും ഓൾമോസ്റ്റ് അച്ചീവ്ഡ് ആയിട്ടുണ്ട്. ഓക്കെ, അടുത്തൊരു വ്യൂവും കൂടെ നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, അതും കൂടെ ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. ഞാൻ വ്യൂ എടുക്കുന്നത് സംതിങ് ഡിഫറെൻ്റ് ആണ്. അതായത് പി ബൈ അബോവ് 185 ടാർഗറ്റ് 196 205 215 289 SL ഏരിയ 163 ലോസ് റിക്കവറി വ്യൂ CE 235 to 258 ആൻഡ് എബോവ്. ഓക്കെ, നെക്സ്റ്റ് 15 മിനിറ്റ്സ് ക്യാൻഡിൽ ഈസ് ഇമ്പോർട്ടൻറ്റ്. അതായത് 10:53 കൊടുത്തതാണ്. അപ്പോൾ 11 മണിക്കുള്ള ക്യാൻഡിൽ നോക്കിയേ, ഇവിടെ നമ്മൾ 185 കഴിഞ്ഞിട്ട് എൻട്രി എടുത്തു. നമ്മുടെ സ്റ്റോപ്പ് ലോസ് പറഞ്ഞത് 164 ആയിരുന്നു. അത് നേരെ ഡംപായപ്പോൾ നമ്മൾ സങ്കടപ്പെട്ടിരിക്കുകയല്ല ചെയ്തത്. എന്തുകൊണ്ടാണ് അവിടെ അങ്ങനെ ഒരു ഡൗൺ വന്നതെന്ന് വെച്ചാൽ, മുകളിലോട്ട് പോയിരുന്ന RSI ഇവിടെ ഒരു ക്രോസ് ഓവർ വന്നു. അപ്പോൾ ക്രോസ് ഓവർ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കായിട്ടും സ്വാഭാവികമായിട്ടും ഡൗൺ ആണല്ലോ. അപ്പോൾ അങ്ങനെ ഡൗൺ വരുമ്പോൾ ഇവിടെ ഒരു മടക്ക് വന്നു, ക്രോസ് ഓവർ വന്നു. ആ ക്രോസ് ഓവറിലാണ് നമ്മൾ 235 മുതൽ നമുക്ക് എൻട്രി എടുക്കാം. കാരണം ഇവിടെ പ്രീവിയസ് ആയിട്ടുള്ള ഒരു ക്യാൻഡിലിൽ ഹയർ വിക്ക് വന്നിട്ടില്ല. അപ്പോൾ മാർക്കറ്റ് താഴത്തോട്ട് പോകുമ്പോൾ അവിടെ നിന്ന് റിവേഴ്സ് ആവാനുള്ള പോസിബിലിറ്റി നമ്മൾ മനസ്സിലാക്കി. എവിടെ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്? ഈ ഒരു യെല്ലോ ലൈനിൻ്റെ ചോട്ടിൽ നിന്നാണ് മാർക്കറ്റ് റിവേഴ്സ് ആയത്. അപ്പോൾ 235 നിന്ന് ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത് 270 ഇപ്പോൾ മാർക്കറ്റ് നിൽക്കുന്നത്. അപ്പം അത് വെച്ചിട്ട് കൂട്ടിയാലും എന്തായിരിക്കും കണക്ക്? 235 മൈനസ് 258 23 പോയിൻ്റാണ്. അതല്ല, ആ 258 ലോക്ക് ചെയ്തിട്ട് ബൈ അബവ് ഹോൾഡ് ചെയ്താലോ, 258 മൈനസ് നിലവിൽ ഈ ഭാഗത്ത് വെച്ചിട്ട് 268 അല്ലെങ്കിൽ ഇതൊരു ട്രെൻഡ് കണ്ടിന്യൂഷൻ ക്യാൻഡിലാണ്. ട്രെൻഡ് കണ്ടിന്യൂ ചെയ്ത് പോകുന്ന ക്യാൻഡിലാണ്. അത് നല്ല രീതിയിൽ മുകളിലോട്ട് പോകും. അപ്പോൾ 275 എടുത്തിട്ട് ലോക്ക് ചെയ്താലോ, മൈനസ് 275 ലോക്ക് ചെയ്താലോ, എന്നാലും അഡീഷണൽ 17 പോയിൻ്റ് അടുത്ത് പിന്നെയും കിട്ടിയിട്ടുണ്ട്. ലോസ് നമ്മളൊരു വ്യൂ കൊടുത്തിട്ട് കാര്യമില്ല. ആ വ്യൂ ഫെയിലായി കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ലോസ് റിക്കവർ ചെയ്യാനുള്ളൊരു മെൻറ്റാലിറ്റിയും കൂടെ നമുക്ക് സെറ്റാക്കി എടുക്കേണ്ടതായിട്ടുണ്ട്. അതാണ് എങ്ങനെയാണ് ലോസ് ഈസി ആയിട്ട് റിക്കവർ ചെയ്യാൻ പറ്റുന്നതെന്നാണ് ഈ വീഡിയോയിൽ ഞാൻ പറഞ്ഞത്. ഓക്കെ, അതേപോലെ തന്നെ ഇന്നത്തെ പ്രോഫിറ്റുകൾ നമുക്ക് കാണാം. 1191, 340, 612. പുതിയ ആൾക്കാരൊക്കെ കുറച്ച് എടുക്കുകയുള്ളൂ. എക്സ്പീരിയൻസ് ഉള്ള ആൾക്കാരാണ് കൂടുതൽ എടുക്കുന്നത്. 1219, 521, 2005 ആ ലെവലിലൊക്കെയാണ് ആളുകൾ പ്രോഫിറ്റബിൾ എടുത്തിരിക്കുന്നത്. അപ്പോൾ എനിവേ എല്ലാവർക്കും ഒരിക്കൽ കൂടി ആശംസകൾ നേരുന്നു. ഓൾ ദി ബെസ്റ്റ്.